താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ചാലിയാറിൻ്റെ തീരത്ത് അതിമനോഹരമായ രീതിയിൽ ഇങ്ങനെയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ സാധാരണ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ എത്ര വലിയ ആളുകൾ വന്നാലും സദസ്സിൽ വളരെ നാമമാത്ര ആളുകളാണ് ഉണ്ടാവാറുള്ളത്. സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ പരിപാടിയെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതൊരു സമ്മേളനം തന്നെയാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങൾ എന്നാണ് ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മൾ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും കാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും നമ്മളിങ്ങനൊരു വിഷയം, ഇങ്ങനൊരു സെഷൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിന്ന് നമ്മളുമായി സംവദിക്കുന്നതിന് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ആർക്കും പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർജിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ടെലിവിഷൻ ഡിബേറ്റുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ദിനേന എന്നോണം എങ്ങനെ എന്ത് സ്ക്രോൾ ചെയ്താലും രാഹുൽ ഈശ്വറിനെ കാണാതെ നമുക്ക് സ്ക്രോളിംഗ് അവസാനിപ്പിക്കാൻ കഴിയാറില്ല. ആ നിലക്ക് അത്രയും സജീവമായി ഓരോ ദിവസവും സമകാലിക വിഷയങ്ങളിൽ തൻ്റേതായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം. എന്തായാലും ഇത്രയും സജീവമായി മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട്, മാനവിക പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്ന അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ഡിബേറ്റിലേക്ക് അല്ലെങ്കിൽ സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം എന്നുള്ള നിലക്ക് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട രാഹുൽജിയെ ക്ഷണിക്കും. 8 മിനിറ്റ് 4 കാര്യങ്ങൾ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര മിനിറ്റ് സംസാരിക്കും, എത്ര പോയിന്റ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങാറുള്ളത്. ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കമൻറ്റ് വേണം. ഞാൻ കാര്യം വളരെ പ്ലാൻ ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് വന്നതാണ്. കൃത്യമായ 8 മിനിറ്റ് 4 കാര്യങ്ങൾ. ആദ്യം തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെയും നമ്മുടെ ഇടതുപക്ഷ സഹാക്കളുടെയും കുത്തകയാണ്. ആ കുത്തകയ്ക്കപ്പുറം വളരെ മനോഹരമായി ഇത് സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഞാനങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എല്ലാ പക്ഷങ്ങളുടെയും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. വളരെ മനോഹരമായി വിപുലമായി നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് കാലികമായ ഇന്ന് കാലാതീതമായൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നമ്മുടെ ഇന്ത്യയുടെ കൊടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യയുടെ കൊടി കാണാത്ത ആരും കാണില്ല. നമുക്ക് കൊടി കാണുമ്പോൾ വളരെ അഭിമാനമാണ്. ഞാനൊക്കെ പലപ്പോഴും ആ കൊടി കുത്തിക്കൊണ്ട് പോകാറുണ്ട്. ശശി തരൂർ സാറടക്കം ഉള്ളവരെങ്ങനെ സ്ഥിരം കുത്താറുണ്ട്. ഈ കൊടിയിൽ 3 നിറങ്ങളുണ്ട്. ഈ 3 നിറങ്ങളുടെ അർത്ഥം എന്താണ്? അതായത് ആദ്യത്തെ നിറം കുങ്കുമമാണ്, രണ്ടാമത്തെ നിറം വെള്ളയാണ്, മൂന്നാമത്തെ നിറം പച്ചയാണ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നത് കുങ്കുമം ത്യാഗവും ധീരസന്നദ്ധതയുമാണെന്നാണ്, വെള്ള സമാധാനമെന്നാണ്, പച്ച ഫലഭൂയിഷ്ഠത എന്നാണ്. ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. ഇന്ത്യൻ കൊടിയുടെ അർത്ഥമെന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 എഴുതി വെക്കുന്നത്, പറയുന്നതല്ല എഴുതി വെക്കുന്നത്. യങ് ഇന്ത്യയിൽ പോയാൽ ഇന്ന് ഗൂഗിളിൻ്റെയും AI-യുടെയും ChatGPT-യുടെയും ഒക്കെ കാലമാണ്. നിങ്ങൾക്ക് വെറുതെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കാണാം. ഇതിലെ ഈ റെഡിഷ് ഓക്രെ, അന്ന് റെഡിഷ് ഓക്രെ എന്നല്ലെങ്കിൽ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളെയാണ്. വെള്ള സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയുമാണ്. പച്ച സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ്. ഈ മതസൗഹാർദ്ദമാണ് ഞാൻ ഈ കൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ കൊടി ഡിസൈൻ ചെയ്ത മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും ഒക്കെ. അന്ന് ഗാന്ധിജിയാണ് പിങ്കാളി വെങ്കയ്യയോട് ഈ കളർ കോഡുകൾ പറയുന്നത്. ഇനി ഇതിനെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഈ പോയിന്റിനെ മതേതരത്വം എന്ന് വിളിക്കാം. നമ്മുടെ CPM-ലെ സുഹൃത്തുക്കളും ഇടതുപക്ഷ സുഹൃത്തുക്കളും എല്ലാം ഇതിനെ മതേതരത്വം എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാം. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മാനവിക പക്ഷം എന്ന് വിളിക്കാം. CPM-കാർ കുറച്ചുകൂടെ ആലങ്കാരികമായി വിശ്വമാനവികത എന്നൊക്കെ വിളിക്കും. വിളിച്ചാൽ മതി.
ഈ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന 1-2 സ്കോളേഴ്സ് എന്നോട് ഡിബേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം നല്ലതാണ്, നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൂടാ, മതാന്തര സൗഹാർദ്ദം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ വിളിച്ചാൽ മതി. മതാന്തര സൗഹാർദ്ദമെങ്കിൽ മതാന്തര സൗഹാർദ്ദം, മതസൗഹാർദ്ദമെങ്കിൽ മതസൗഹാർദ്ദം, അല്ലെങ്കിൽ മതേതരത്വം. ഇനി MA ബേബി സാറിനെ പോലെയുള്ള CPM-ലെ കുറച്ച് ബുദ്ധിജീവികൾക്ക് അന്തർദേശീയ സ്വത്വാതീത സാഹോദര്യം, അങ്ങനെ മതി. പേരെന്ത് വിളിച്ചാലും വ്യത്യാസമൊന്നും വരാൻ പോണില്ല. നിങ്ങൾ മതേതരത്വമെന്നോ മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ ആർഷഭാരത സംസ്കാരമെന്നോ മതാന്തര സൗഹാർദ്ദമെന്നോ ദൈവത്തിൽ നമ്മൾ ഒന്നെന്നോ എന്ത് വിളിച്ചാലും അർത്ഥം ഒന്നേ ഉള്ളൂ, പരസ്പരം വിദ്വേഷം പാടില്ല. ഐഡന്റിറ്റി ബേസ് ചെയ്ത്, ജാതി ബേസ് ചെയ്ത്, മതം ബേസ് ചെയ്ത് പരസ്പരം വിരോധം പാടില്ല. വ്യത്യസ്തതകൾ ഉണ്ടാകും, ആ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഇത് ഞാൻ ആലോചിച്ചുണ്ടാക്കുന്നതല്ല, മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കൃത്യമായ കളർ കോഡുകളുടെ നിർവചനമാണ്. അപ്പോൾ അതിനെ ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും നമുക്കാകണം. ഇന്ത്യയുടെ ആത്മാവ് ആ മതസൗഹാർദ്ദത്തിലാണ്, മതേതരത്വത്തിലാണ്, ബഹുസ്വരതയിലാണ്, വിശ്വമാനവികതയിലാണ്. എന്ത് പേര് വിളിച്ചാലും ഇനി എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുട്ടപ്പനിലാണ് ആ ഇന്ത്യയുടെ ആത്മാവ്. പേരെന്ത് ഈ പേരിന്റെ പേരിലാണ് പല ആൾക്കാരും തർക്കിക്കുന്നത്. ഞാൻ ഈ CPM-ന് 1-2 വേദികളൊക്കെ പോകാറുണ്ട്. അവർ പറയും, നിങ്ങൾ പറയുന്നതിൽ പല കാര്യവും സത്യമെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മുടെ വേദി വന്ന് മതസൗഹാർദ്ദം എന്ന് പറയരുത്, മതനിരപേക്ഷത എന്ന് പറയണം. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞാൽ മതി, പക്ഷേ ഇതാണ് ആ സാധനം. അതായത് വ്യത്യസ്തതകളുണ്ട്, അവയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. ഞങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ സ്വാമി അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ബഡി എന്നൊക്കെ നമ്മുടെ ജെൻസി ആധുനിക തലമുറയിലെ കുട്ടികൾ പറയുന്നത് വാവരെന്ന് പറയുന്ന അലിയുടെയും പാത്തുമ്മയുടെ ഒരാളുടെ മകനാണ്. ഈ വാവര് സ്വാമിയെ ചെന്ന് ആദരം പറഞ്ഞിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത്. ഇവരുടെ മറ്റൊരു അടുത്ത സുഹൃത്താണ് വെളുത്ത, അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തയാൾ. ഇതാണ് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്യുന്ന ടെംപ്ലേറ്റ്. ഇതിനെ വാവർ വെളുത്ത അയ്യപ്പൻ എന്ന് വിളിക്കാം, ഇതിനെ മഹാത്മാഗാന്ധി, മൗലാന ആസാദ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് എന്ന് വിളിക്കാം. അപ്പം പേരെന്ത് വിളിച്ചാലും ഈ ഐഡിയ നമുക്ക് വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. 4 മിനിറ്റായി, അടുത്ത 4 മിനിറ്റ് 3 പോയിന്റ് കൂടെ. ഇനി 2, എൻ്റെ വ്യക്തിപരമായ ഐഡന്റിറ്റി എന്താണ്? എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പബ്ലിക് പോളിസി എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. ഞാൻ അടിസ്ഥാനപരമായൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. ഈ ഹിന്ദു ആക്ടിവിസ്റ്റായ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനം, ഏറ്റവും വലിയ പ്രശംസ 2 പേരിൽ നിന്നാണ്. RSSന്റെ ശശികല ടീച്ചറും നന്ദകുമാർജിയും. അവർ പറയുന്നത് കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ ശത്രു രാഹുൽ ഈശ്വർ എന്നാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ, ടീച്ചറിന്റെ ഐഡിയോളജിക്ക് എതിര് നിൽക്കുന്നത് ഞാൻ എൻ്റെ അഭിമാനമായി കാണുന്നൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ ഹിന്ദുത്വത്തെ എതിർക്കുന്നെങ്കിൽ അത് ഏറ്റവും എൻ്റെ വലിയ അഭിമാനമാണ്. ഇത് ആലങ്കാരികമായിട്ടൊന്നുമല്ല, ഇങ്ങനെ തന്നെ ശ്രീ നന്ദകുമാറും ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ എതിരെന്ന്. കാരണം ഗോഡ്സെ വാദത്തിന് ഏറ്റവും വലിയ മരുന്ന് ഗാന്ധിവാദമാണ്. ഗോഡ്സെയെ തോൽപ്പിക്കാൻ, ഗോഡ്സെയെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി മൃദു ഹിന്ദുവായ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മഹാത്മാഗാന്ധിയുടെ ലൈനാണ്. ആ ലൈൻ തിരിച്ചു കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. ആ ബഹുസ്വരതയുടെ, ഐക്യത്തിന്റെ, ഒരുമയുടെ ലൈൻ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. 3-ാമത്തെ പോയിന്റ് വളരെ പ്രസക്തമായ പോയിന്റുമാണ്. ഇത് മലപ്പുറം ജില്ല കൂടെയാണ്. ഞാൻ KMCCയുടെ മഹിതം മലപ്പുറം UAE-ൽ നടത്തിയ പരിപാടിക്കൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്താണ്? അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാലേ അതിനെ ജയിക്കാൻ കഴിയൂ. അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മാത്രമല്ല, അതിന് രാഷ്ട്രീയമായൊരു മാനമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം എന്താ? ഞങ്ങൾ ഹിന്ദുക്കളുടെ കഴിഞ്ഞ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാനൊരു 50 സെക്കൻഡിൽ പറയാം. ഞാനൊരു ചോദ്യ രൂപേണ ചോദിക്കാം. ആഴ്ചയിൽ ഏത് ദിവസവും എല്ലാ വിശ്വാസികൾക്കും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അവരുടെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം, അവരുടെ വിശ്വാസം അനുസരിച്ച്. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്? ഞായറാഴ്ചയാണ്. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നത്, പരസ്പരം സഹായിക്കുന്നത്, ക്രിസ്ത്യൻ പള്ളിയിൽ ദശാംശവും മുസ്ലിം പള്ളികളിൽ സക്കാത്തും എന്നൊക്കെ പറയുന്നത് പോലെ പരസ്പരം യോജിപ്പിന്റെയോ ഐക്യത്തിന്റെയോ സ്പേസിന് പോകുന്നത്? ഞങ്ങൾക്കിങ്ങനെ ഒരു സ്പേസോ ഇടമോ ഇല്ല. അത് കാരണം ഞങ്ങളുടെ ഇടയിലെ തീവ്ര സ്വരക്കാർ, ഞങ്ങളുടെ ഇടയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ എപ്പോഴും ഒരു ശത്രുവിനെ വേണമെന്ന് പറയും. ആ ശത്രു മുസ്ലിം ആവണമെന്നൊന്നുമില്ല. ഇവിടെ മുസ്ലിമാണ്, നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയാണ്, വേറൊരു സ്ഥലത്ത് ചൈനയാണ്, വേറൊരു സ്ഥലത്ത് നക്സലാണ്. എപ്പോഴും ആരെങ്കിലും മറുഭാഗത്ത് വേണം. അതായത് എപ്പോഴും ഒരു ശത്രു നമ്മളെ ആക്രമിക്കണം അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
വിഘടിച്ച് കിടക്കുന്ന നായർ, ഈഴവ, പുലയ, ആദിവാസി, ബ്രാഹ്മണ, അമ്പലവാസി, ധീവര വിഭാഗങ്ങളെ ഈ പേടിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ് തുടങ്ങിയ ഒരുപാട് കള്ളത്തരങ്ങളായി വരുന്നത്. ഇത് ഗൗരവമുള്ള ഒരു മാനസികമായ ആത്മീയ ശൂന്യതയാണ്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബ സുഹൃത്തായ ശ്രീ PC ജോർജ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് വെറുതെ ചോദിച്ചു. എൻ്റെ അമ്മ ബ്രാഹ്മണ സഭയുടെ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അമ്മയോട് പറഞ്ഞു, അമ്മേ PC ജോർജ് സാർ ഇങ്ങനെ പറഞ്ഞു, എന്താ അമ്മയുടെ അഭിപ്രായം? അമ്മ പറഞ്ഞു, 400 പോയി കാണില്ല, ചിലപ്പോൾ ഒരു 40 പോയി കാണുമോ. ഞാൻ എൻ്റെ ഭാര്യ ദീപയോട് ചോദിച്ചു. ദീപയ്ക്ക് അങ്ങനെ രാഷ്ട്രീയവും സമുദായവും ഒന്നും താല്പര്യമില്ല, ദീപ നായർ സമുദായത്തിലെയാണ്. ഞാൻ ദീപയോട് ചോദിച്ചു, ദീപ നിനക്ക് എന്താ അഭിപ്രായം? PC ജോർജൊക്കെ പറയുന്നല്ലേ, കുറേ കാലം MLA ആയിരുന്നതല്ലേ, ഒരു 4 പേര് വല്ലതും പോയി കാണുമെന്ന്. ഞാനപ്പോൾ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതിന് ഒരു പ്രശ്നമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അതായത് അഫ്ഗാനിസ്ഥാൻ കടലില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ എന്തായാലും കടൽ മാർഗം അവിടെ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ 8 മിനിറ്റായി, ഞാൻ അര മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഹിന്ദു വിഭാഗത്തിലെ ആത്മീയ ശൂന്യതയെ മുസ്ലിം വിരോധം കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള വളഞ്ഞ വഴിയിലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം നടക്കുന്നത്. അതിൻ്റെ ഉത്തരം പോസിറ്റിവിറ്റിയാണ്, നന്മയാണ്. പോസിറ്റീവ്ലി ഹിന്ദു മുസ്ലിം ഐക്യമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം, ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ബഹുസ്വരത. ഇത് നിങ്ങളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇസ്ലാമോഫോബിയ മൂത്താണ് ഗോഡ്സെ മഹാത്മാഗാന്ധി എവിടെ വെച്ച് കൊല്ലുന്നത്. അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ നല്ല രാമഭക്തനായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയെ ഗോഡ്സെ എന്ന തീവ്ര ഹിന്ദുത്വവാദി വെടിവെച്ച് കൊല്ലുന്നത് ഈ ഇസ്ലാമോഫോബിയ മൂത്താണ്. ഇസ്ലാമോഫോബിയ മൂത്ത് അദ്ദേഹം മുസ്ലിം നേതാക്കളെ അല്ല കൊല്ലുന്നത്, ഹിന്ദുവായ മഹാത്മാഗാന്ധിയാണ് കൊല്ലുന്നത്. അതൊരുതരം ആഴത്തിലുള്ള മനോരോഗമാണ്. അതിനെ പ്രതിരോധിക്കാനും അതിനെ എന്താ പറയുക, ക്യൂർ ചെയ്യാനും ഹീൽ ചെയ്യാനും നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള ചിന്തകൾ കൂടി പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പറഞ്ഞതെന്ന് ഒരു 45 സെക്കൻഡ് കൂടുതലെടുത്തതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്താണ് രാഹുൽജി തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഐഡൻറ്റിറ്റിയും ഏറെക്കുറെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളും ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണിത്. ഞാൻ രാഹുൽജിയെ എപ്പോഴും കാണുമ്പോൾ നേരിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം അതാണ് ആദ്യം തുടക്കത്തിലെ ചോദിക്കുന്നത്. അതെല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെ ആയിരിക്കും. അതായത് ചാനൽ ചർച്ചകളൊക്കെ ചില സമയത്ത് വലതുപക്ഷ നിരീക്ഷകൻ എന്നാണ് എഴുതി കാണിക്കാറ്. ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്നുള്ള ഒരു ടേം എനിക്ക് തോന്നുന്നു ഒരു ഫ്രഞ്ച് വിപ്ലവാനന്തരമുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉരുത്തിരിഞ്ഞൊരു രാഷ്ട്രീയ പ്രയോഗമാണ്. അതായത് പുരോഗമന പക്ഷത്തെ ഇടതുപക്ഷമായും എന്നാൽ പ്രതിലോമ പക്ഷത്തെ വലതുപക്ഷമായിട്ടുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ രാഹുൽ ഈശ്വറിൻ്റെ പല ഡയലോഗുകളും പലപ്പോഴും ഒരു പുരോഗമന പക്ഷത്ത് നിന്നുകൊണ്ടാണ് കാണാറുള്ളത്. പക്ഷെ അപ്പോഴും വലതുപക്ഷ നിരീക്ഷകൻ എന്നറിയപ്പെടാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിയിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഫോർവേഡാണോ അതോ ഡിഫൻസ് ആണോ എന്നൊക്കെ അല്ലേ. അതുപോലെ വലതുപക്ഷത്താണോ ഇടതുപക്ഷത്താണോ അതോ മധ്യപക്ഷത്താണോ എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ എന്താണ് ഇടതുപക്ഷം വലതുപക്ഷവും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ധാരണയില്ല. ഇന്ത്യക്കാർക്ക് അമേരിക്കക്കാരിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ പൊളിറ്റിക്കൽ ഓണസ്റ്റി അഥവാ രാഷ്ട്രീയ സത്യസന്ധത അമേരിക്കക്കാർക്ക് കൂടുതലാണ്. അവിടുത്തെ കോടതിയിലെ ജഡ്ജിമാരെ പോലും റൈറ്റ് ലീനിങ് ജഡ്ജസ് എന്നും ലെഫ്റ്റ് ലീനിങ് ജഡ്ജസ് എന്നുമാണ് അഡ്രസ് ചെയ്യുന്നത്. അതായത് ലിബറൽ ജഡ്ജിമാരുണ്ട്, കൺസർവേറ്റീവ് ജഡ്ജിമാരുണ്ട്. ഞാൻ റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന കൺസർവേറ്റീവായ ഒരു വ്യക്തിയാണ്. ഏറ്റവും സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ, വലിയ പേപ്പറില്ല, പൊളിറ്റിക്കൽ സ്പെക്ട്രം ഇതേപോലെ ഇരിക്കും. ഇതൊരു XY ആക്സിസിൽ വരയ്ക്കാൻ പറ്റും. ഇന്ത്യയിലെ രാഷ്ട്രീയ സെന്റർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഇടതേക്ക് നിൽക്കുന്നതാണ് നെഹ്റുജി, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പുരോഗമനവാദിയാണ്, എന്താ പറയുന്നത്, സെക്യുലർ, പ്രോഗ്രസീവ്, ഈ ലൈൻ എടുക്കുന്ന ആളാണ് നെഹ്റുജി. എന്നാൽ മഹാത്മാഗാന്ധിയുടെ റൈറ്റിലോട്ട്, ലെഫ്റ്റിലോട്ടാണ് നെഹ്റുജി എങ്കിൽ മഹാത്മാഗാന്ധിയുടെ റൈറ്റിലോട്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ. കുറച്ച് കൺസർവേറ്റീവ് ആണ്, കുറച്ച് റൈറ്റ് ലീനിങ് ആണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കുന്നത്. ഈ രണ്ട് പൊസിഷൻസും ഓക്കെയാണ്.
എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ, പട്ടേലിൻ്റെ കുറെ കൂടെ വലതേക്ക് പോകുമ്പോഴാണ് തീവ്ര വലതുപക്ഷം ഉണ്ടാകുന്നത്. അവിടെ തീവ്ര വലതുപക്ഷത്തിന്റെ തുടക്കത്തിൽ RSSും BJP ഉണ്ട്. ഇനി RSSനും BJPക്കും തീവ്രത പോരാ എന്ന് പറയുന്ന കുറെ കൂടെ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്. അവരാണ് ഗോഡ്സേവാദികൾ. അങ്ങനെയാണ് RSS ഉപേക്ഷിച്ച് ഗോഡ്സെ പോകുന്നത്. RSSന് തീവ്രതയില്ല, കുറെ കൂടെ തീവ്രത വേണമെന്ന്. മറുവശത്തേക്ക് പോയാൽ, ലെഫ്റ്റിലേക്ക് പോയാൽ, നെഹ്റുജിയുടെ ലെഫ്റ്റിലോട്ടാണ് CPI, നമ്മുടെ ഇടതിലെ വലതന്മാർ എന്ന് CPM-കാർ വിളിക്കുന്ന CPI. കുറെ കൂടെ ഇടതേക്കാണ് CPM. ഇനി CPM-ന്റെ ഇടത്തോട് കുറെ പേരുണ്ട്. അവരെയാണ് വിപ്ലവ വായാടികൾ നമ്മുടെ സഖാവ് പിണറായി വിജയൻ അവർ വിളിക്കുന്ന നക്സൽ, അർബൻ നക്സൽ പോലുള്ള ആൾക്കാർ. ഒരു വശത്ത് അർബൻ നാസികളാണെങ്കിൽ മറുവശത്ത് അർബൻ നക്സലുകളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ സെന്റർ കണ്ടെത്തുകയാണ് പ്രധാനം. അതിൽ സെന്റർ ലെഫ്റ്റ് ഉണ്ടാകാം, സെന്റർ റൈറ്റ് ഉണ്ടാകാം. ഇനി ഒരു ധാരണയും കൂടെ നമുക്ക് കൃത്യമായിട്ട് വേണം. റൈറ്റിന്റെയും ലെഫ്റ്റിന്റെ അടിസ്ഥാനം, ഞാൻ സ്റ്റുഡന്റ് ഓഫ് ഫിലോസഫിയാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ച വിഷയങ്ങളാണ്. റൈറ്റ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ അടിസ്ഥിതമാണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഇക്കണോമിക് പൊളിറ്റിക്സ്, സാമ്പത്തിക പൊളിറ്റിക്സ്, ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ അറിഞ്ഞാലേ നമുക്കിതിലെ ബാലൻസ് കണ്ടെത്താൻ കഴിയൂ, അല്ലെങ്കിൽ നമുക്കിതിലെ മധ്യം, കൺസെൻസസ് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഞാൻ ഈ പല ചാനലിലും ചെല്ലുമ്പോൾ ആൾക്കാർ എന്നോട് പറയും, നിങ്ങളെ സാമൂഹ്യ നിരീക്ഷണം എഴുതാമെന്ന്. ഞാൻ പറയും വേണ്ട, എന്നെ വലതുപക്ഷ നിരീക്ഷണം തന്നെ എഴുതണോ. കാര്യം ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. അതിനർത്ഥം ഞാൻ ഗോഡ്സേവാദിയാണെന്നല്ല. നേരെ തിരിച്ച് ഗോഡ്സേമാരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം. ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ്. ഇന്നലെയും കൂടെ നിങ്ങൾ ലിറ്ററേച്ചറെ കുറിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, നജ്മയുടെ ഒക്കെ പരിപാടി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നപ്പോൾ സജുവിനോട് സംസാരിക്കുകയായിരുന്നു. ഈ ലിറ്ററേച്ചറിന്റെ അടക്കം ഇന്നലെ ഒരു സിനിമ വന്നിട്ടുണ്ട്, താജ്മഹാൾ യഥാർത്ഥത്തിൽ അമ്പലമായിരുന്നു, തേജോ മഹാലയായിരുന്നു. അങ്ങനെ ഒരു ക്ലെയിം ആർക്കുമില്ല. പക്ഷേ സ്പർദ്ധ ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കുന്ന കള്ളത്തരങ്ങളാണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ശബരിമലയെ വന്നിട്ട് വാവരുടെ നടയിൽ, ഈ വാവർ എന്ന് പറയുന്ന ബാവരുടെ നടയിൽ പോയി വണങ്ങി, അയ്യപ്പനെ വണങ്ങിയാ പോയത്. പക്ഷേ വാവരില്ല, വാപുരനാണെന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സേവാദികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പൊളിറ്റിക്കൽ ഓണസ്റ്റി ഉണ്ടാകാറില്ല. ലെഫ്റ്റ് പലപ്പോഴും എന്ത് പറയുന്നറിയാമോ, ബാക്കി എല്ലാവരും വർഗീയവാദികളാണ്, ഞങ്ങൾ ലെഫ്റ്റാണ്, സെക്കുലറും പ്രോഗ്രസീവും. ഈ റൈറ്റ് എന്ത് പറയുന്നറിയാമോ, നിങ്ങളെല്ലാം ആന്റി നാഷണൽസ് ആണ്, ദേശവിരുദ്ധരാണ്, ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ. അങ്ങനെയല്ല. ഇതൊരു ഓണസ്റ്റി സെന്റർ ലെഫ്റ്റും സെന്റർ റൈറ്റും മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് പറയാം. നമ്മുടെ VD സതീശൻ ജി ഇതേപോലെ നെഹ്റുവിയൻ സെന്റർ ലെഫ്റ്റാണ്. VD സതീശൻ ജി, VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെല്ലാം അങ്ങനെയാണ്. എന്നാൽ കുറെ കൂടെ റൈറ്റിലേക്ക് നിൽക്കുന്നതാണ് നമ്മുടെ രമേശ് ചെന്നിത്തലാജി, ശ്രീ ശശി തരൂർ ഒക്കെ അപ്പുറത്ത് സെന്റർ റൈറ്റിലോട്ട് നിൽക്കുന്നത്. ഞാൻ സെന്റർ റൈറ്റ് ലീനിങ് ആണ്, പക്ഷേ ഇത് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. മധ്യമപക്ഷം എന്ന് പറയാം. കുറച്ചുകൂടെ കറക്റ്റ് വാക്ക് സെന്റർ റൈറ്റ് എന്നാണ്. സെന്റർ റൈറ്റ്, സെന്റർ ലെഫ്റ്റ്. അതായത് VD സതീശൻ ജി ഇടതുപക്ഷക്കാരനല്ല, മധ്യ ഇടതാണ്. കോൺഗ്രസ് തന്നെ മധ്യ ഇടതാണ് നിൽക്കുന്നത്. ഇതേപോലെ മധ്യ വലതുണ്ട്. ഞാനും രാഹുൽ മാങ്കോട്ടത്തിലും നമ്മുടെ മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഞാനും രാഹുലും കൂടി അടിയായതാണ്. അടിയായെന്ന് പറഞ്ഞാൽ രാഹുൽ നെഹ്റുവിയനാണ്, ഞാൻ ഗാന്ധിയനാണ്. രാഹുൽ സെന്റർ ലെഫ്റ്റ് ആണ്, ഞാൻ സെന്റർ റൈറ്റ് ആണ്. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ലീഗിന്റെ പരിപാടി കൂടെ ആയതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും നിയമസഭയെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിലെ ഒരാളും പുള്ളിയോട് സംസാരിച്ചില്ല. പോയി സംസാരിച്ചത് മുസ്ലിം ലീഗിലെ MLA-മാരാണ്. അവർക്ക് വലിയൊരു പ്രണാമം. കാര്യം കോൺഗ്രസ്സുകാർക്ക് മീഡിയക്കാർ അവരെ എന്തെങ്കിലും പറയുന്ന പേടിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് വരെ സംസാരിക്കാത്തത്. മുസ്ലിം ലീഗിലെ MLA-മാർ ധൈര്യത്തോടെ സംസാരിച്ചത് വളരെ ആവേശം പകരുന്നൊരു കാര്യമാണ്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു തുടക്കത്തിലൊക്കെ അതല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഈ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ നടത്തി തുടങ്ങിയൊരു കാലത്തൊക്കെ എല്ലാവരുടെയും ഒരു ധാരണ അങ്ങൊരു തീവ്ര വലതുപക്ഷത്ത് തന്നെയാണ്, അതല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് വേണ്ടി വാദിക്കുന്നു, അതിനുള്ള പ്രച്ഛന്ന സംഘി എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നു. സത്യത്തിൽ പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്, അത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങേക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ചില ആൾക്കാർ പറയും, ഇപ്പം നീ വലിയ മതസൗഹാർദ്ദവാദിയ മതേതര. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. 2018 ഇത് ഞാൻ കേസിന്റെ ആസ്പദമായിട്ട് പറയാം. ഇത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ സഹോദരി സഹോദരന്മാരെ ഉറപ്പായിട്ട് അറിയണം. നമ്മുടെ നാട്ടിൽ ശബരിമല പ്രക്ഷോഭം ഉണ്ടായി. അതായത് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുകയോ വേണ്ടതെന്ന കാര്യത്തിൽ ഒരു പാർട്ടിയും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അതായത് കോൺഗ്രസും CPM-ഉം കമ്മ്യൂണിസ്റ്റും അനുകൂലമായിരുന്നില്ല. ഞാനൊരു ക്വിസ് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു ക്വിസ് ചോദിക്കാം. ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ ശബരിമലയെ സപ്പോർട്ട് ചെയ്ത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാമോ?
മുസ്ലിം ലീഗാണ്. അത് പലപ്പോഴും മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്ക് പലപ്പോഴും അത് തിരിച്ചറിയില്ല. ഞാനന്ന് മുഹമ്മദ് ഷഫീ സാഹിബിനെ പോയി കണ്ടു, അന്ന് കുഞ്ഞാലിക്കുട്ടി സാറിനോട് സംസാരിച്ചു. ശബരിമല വിധിന്യായം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പല ചാനൽ ചർച്ചകളിലും പറയാറുണ്ട്. ചാനൽ ചർച്ചയിലെ ആൾക്കാർക്ക് പലപ്പോഴും ഞാനിത് പറയുമ്പോൾ പേടിയാണ്, കോടതി ലക്ഷ്യം ആവൂല. കാര്യം സത്യം പറഞ്ഞാൽ കോടതി ലക്ഷ്യം ആവൂല. ഇന്ത്യക്ക് ചീഫ് ജസ്റ്റിസ് ആയ ദീപക് മിശ്ര എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ദീപക് മിശ്ര ഒരു ബ്രാഹ്മണനാണ്, ഈ തീവ്ര വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ദീപക് മിശ്രയുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് ശബരിമല കേസ് പുള്ളിയുടെ അടുത്തേക്ക് വന്നു. പുള്ളി അപ്പോൾ ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും കയറുന്നുണ്ട്. 1, 2, 3 അല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നു. ഈ പോരാട്ടത്തിൽ ആദ്യം ശബരിമലയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്, രണ്ടാമത് എൻ്റെ അമ്മ മല്ലിക നമ്പൂതിരിയാണ്, മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറെന്ന കോൺഗ്രസ് നേതാവുമാണ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു വിലക്കുമില്ല. ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാം. പക്ഷേ ഇതിനെ സ്ത്രീ വിവേചനമായി ചിത്രീകരിച്ച് 4-1 എന്ന തെറ്റായ സുപ്രീം കോടതി വിധിന്യായം വന്നതിന് പിന്നിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആഴമേറിയ ഡീപ് സ്റ്റേറ്റിന്റെ ഉള്ളിലെ ഈ തീവ്ര ബ്രാഹ്മണിക്കൽ എലിമെന്റ്സ് അവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കളം നിർമ്മിക്കലാണ്. അതായത് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വലിയ എന്തോ ഒരു ത്യാഗം ചെയ്തു, ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനായി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം. ഈ കള്ളത്തരത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഇത് വലിയ രഹസ്യമൊന്നുമല്ല. ഇത് സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിന്ദുക്കളെ ഉദ്ദേശിച്ചല്ല, മുസ്ലിങ്ങൾക്കിട്ടുള്ള പണിയായിരുന്നു. കൃത്യം പറഞ്ഞാൽ ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേളിൽ ആർട്ടിക്കിൾ 44 എന്ന യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് ആർട്ടിക്കിൾ 25 അധികാരങ്ങൾ പരിമിതപ്പെടുത്തുക എന്നുള്ളതാ. ഇത് ആലോചിച്ച് പറയുന്നൊന്നുമല്ല. ഇങ്ങനെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിന് ഹാർവേഡിൽ പ്രൊഫസർ സ്ഥാനം പോയൊരു വ്യക്തിയാണ്. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമല യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. ഇത് ഞങ്ങളുടെ ഹിന്ദു മനസ്സിലെ ഒരു ആത്മീയ ശൂന്യതയാണ്. അതായത് എപ്പോഴും ആരെങ്കിലും കുതിര കയറാൻ വേണം, എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും മെക്കിട്ട് കയറണം. അങ്ങനെ മെക്കിട്ട് കയറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ആത്മീയ പഠനവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ എപ്പോഴും ഒരു യുദ്ധസമാനമായ സംഘർഷ സാധ്യത വേണം. ഞാൻ അന്ന് മുതലേ ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമ്പം കൗതുകം തോന്നും. എനിക്ക് CPM-ന്റെ പല പരിപാടികളും ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാരും വിചാരിക്കും ഞാൻ കടുത്ത CPM വിരുദ്ധനാണ്. CPM മാറി കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ UDF ഭരണത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്ന സാധാരണ മലയാളിയാണ്. പക്ഷെ എനിക്ക് CPM-കാരോട് വിരോധമൊന്നുമില്ല. ചെക്കുവേരയുടെ മോള് വന്നപ്പോഴും എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു. CPM-കാർക്ക് ഇതുവരെ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലായിട്ടില്ല. അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നതല്ല, വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ അവകാശങ്ങൾ ഭരണഘടനാപരമായി എടുത്തു കളയാൻ വേണ്ടി ജസ്റ്റിസ് ദീപക് മിശ്ര കൊണ്ടുവന്നൊരു കാര്യമാണ്. എനിക്കെതിരെ സുപ്രീം കോടതിയിൽ അവർ കണ്ടംപ്റ്റിന്റെ കേസിന് പോയി. അത് ദീപക് മിശ്ര ഒരിക്കലും എടുക്കില്ല. കാര്യം അയാൾ കള്ളത്തരം ചെയ്തതാണ്. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ളനെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ പറ്റൂല്ലോ. ഞാൻ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാജാവ് നഗ്നനാണെന്ന് പറയുന്നത് പോലെ ചീഫ് ജസ്റ്റിസ് നഗ്നനാണെന്നും ചീഫ് ജസ്റ്റിസ് കള്ളനാണെന്നും പറഞ്ഞതിന് പുള്ളിയുടെ ബെഞ്ചിൽ തന്നെ ഒരുപാട് പേര് പരാതിയായിട്ട് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളി അങ്ങനെ കള്ളത്തരം ചെയ്തതാണ്. ഈ രാഷ്ട്രീയം ഇന്നേ വരെ CPM-ന്റെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് വളഞ്ഞ വഴിയിലൂടെ നിലപാട് മാറ്റി. CPM ഇപ്പം നിലപാട് മാറ്റി. പക്ഷേ എനിക്കറിയില്ല എത്ര പേര് ബോധ്യത്തിലാണ് നിലപാട് മാറ്റിയത്. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് കൗതുകം തോന്നുന്നൊരു കാര്യം പറയാം. ഇന്നും, അതായത് 2025 ഒക്ടോബർ 26 കേരളത്തിൽ 2 പേരേ ഉള്ളൂ ശബരിമല യുവതികളെ കയറ്റണമെന്ന് പറയുന്നത്. ആരൊക്കെയാണെന്ന് അറിയാം? അത് CPM-കാരല്ല, കോൺഗ്രസ്സുകാരല്ല, പകരം RSS-ന്റെ ഹിന്ദു ഐക്യതയുടെ തലവനായ ശ്രീ RV ബാബുവും BJP-യുടെ ഇന്റലക്ച്വൽ ഹെഡായിരുന്ന ശ്രീ TG മോഹൻദാസ്. രണ്ടുപേരും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് കേസ് നേരിട്ടിട്ടുണ്ട്. കേസരി അല്ല, ഇത് പണ്ടത്തെ അല്ല കേട്ടോ. ഇന്ന് 2025 ഒക്ടോബർ 26 ശബരിമല യുവതികളെ കേട്ടോന്ന് പറയുന്ന ഈ 2 പേരാ. എന്താ കാര്യം? യുവതികളെ കയറ്റിയാലേ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ഒരു പാലം ഉണ്ടാകും. ഇനി 2, ഞാൻ പല മുസ്ലിം സമൂഹത്തിലെ സുഹൃത്തുക്കളോടും ചോദിക്കുമ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു പരിങ്ങലാണ്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മതേതരനല്ലാതാകുമോ, നമുക്ക് പുരോഗമനം ഇല്ലാതാകുമോ? എന്നെ ഒരിക്കൽ കമാൽ പാഷ സാർ വിളിച്ചിട്ട് പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡിനെ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞു, സാറേ അല്ല, ഇന്ത്യൻ ഭരണഘടന അമൃതാണെങ്കിൽ ആ അമൃതിന്റെ കൂടെ അടങ്ങിയിരിക്കുന്ന വിഷമാണ്, കാലകൂട വിഷമാണ് യൂണിഫോം സിവിൽ കോഡ്. അത് പറയുന്നത് എനിക്കും അറിയില്ലായിരുന്നു. ഇത് ഞാൻ വായിച്ചു പഠിച്ചത് RSS-ന്റെ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറിൽ നിന്നാണ്. ഈ ഗുരുജി ഗോൾവൽക്കർ ഒരു കാലത്ത് ഒരു തീവ്ര സ്വരക്കാരനായിരുന്നു. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പറച്ചിലല്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പം നന്നായി, കുറെ കൂടെ ഒരു മധ്യമാർഗത്തിലേക്ക് വന്നു. ഇനി അടുത്ത വരി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ശ്രദ്ധിക്കണം. മുസ്ലിങ്ങൾക്കും കൂടെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഹിന്ദുക്കളിൽ ചില ആൾക്കാർക്ക്
മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവരുടെ ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ട്. ഇത് കാരണമാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇന്ത്യക്ക് വേണ്ടത് യൂണിഫോം സിവിൽ കോഡ് അല്ല, ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. ഈ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഒരു മുസ്ലിം ലീഗുകാരനോ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോ ഇസ്ലാമിക സ്കോളറോ പറയുന്നതിനപ്പുറം പുള്ളി പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. യേ ഏകരൂപത രാഷ്ട്രോം കെ വിനാശ് കെ കാരൻ ഹെ. ഇത് സത്യം പറഞ്ഞാൽ 99% RSSകാർക്കും അറിയില്ല, 99% BJPക്കാർക്കും അറിയില്ല. എനിക്ക് വ്യക്തിപരമായ ഇഷ്ടവും പരിചയമുള്ള ആളാണ് ശ്രീ സുരേഷ് ഗോപി. ശ്രീ സുരേഷ് ഗോപി പല വേദിയിലും ചെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഞങ്ങളുടെ ഇടയിലുള്ള ജാതീയത ഇല്ലാതാകും. ആ പാവ മനുഷ്യൻ അങ്ങനെ ധരിക്കുകയാണ്. എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ലെക്ചർ തരാം എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പകരം ഇത്തരം ചർച്ചകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുരു പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ്. നമുക്ക് വേണ്ടത് ഏകതയല്ല, ഐക്യമാണ്, ഒരുമയാണ്, വൈവിധ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതാ. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഇടതിനും വലതിനും മധ്യത്തിനും എല്ലാത്തിനും കൊടുക്കാൻ കഴിയണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിം ലീഗ് പോലൊരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പങ്ക്, ഞാൻ അദ്ദേഹത്തിന് സാഗർ ഷെരീഫിയുടെ ഒരു വീഡിയോ ഉണ്ട്, മുസ്ലിം ലീഗിന്റെ പേരിൽ തന്നെ മുസ്ലിം ഉണ്ട്, അതുകൊണ്ട് മുസ്ലിം മതേതരമാണോ? ഞാൻ ടൈംസ് നൗവിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞത്. ഞാനപ്പോൾ ശക്തമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും മുസ്ലിം ലീഗ് മതേതര പാർട്ടി അല്ല. മുസ്ലിം ലീഗ് ഒരു മതസൗഹാർദ്ദ പാർട്ടിയാണ്, ബഹുസ്വര പാർട്ടിയാണ്. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം ഒരു കയ്യിൽ സമുദായത്തിന്റെ താല്പര്യം, മറു കയ്യിൽ എല്ലാവരുടെയും താല്പര്യം. ഈ ബാലൻസ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തത്. മഹാത്മാഗാന്ധി മതേതരവാദി ആയിരുന്നില്ല, മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയായിരുന്നു. മഹാത്മാഗാന്ധി സെക്കുലർ ആയിരുന്നില്ല, മഹാത്മാഗാന്ധി പ്ലൂറലിസ്റ്റിക് ആയിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, മഹാത്മാഗാന്ധി എന്ന് പറയുന്നതാണ്. അതായത് ഞാൻ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ വായിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എൻ്റെതായിട്ടൊരു വാദം ഉണ്ടാക്കുകയല്ല. എന്തിന്? ആധുനിക കാലത്ത് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെ ആഗോള ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ തോൽപ്പിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നാണ്. ഈ ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇനി കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷ ചായയുള്ള ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ അവരും അറിഞ്ഞിരിക്കണം, 1947 ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 2 മണിക്ക് കുറച്ച് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ മഹാത്മാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. മഹാത്മാഗാന്ധി ബംഗാളിലാണ്. ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റുകാരോട് അഭ്യർത്ഥിക്കുന്നത്, ഞാൻ സോഷ്യലിസ്റ്റാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ നമ്മൾ രണ്ടും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. ഈ ബാലൻസ് ആണ് അതിൻ്റെ ആത്മാവ്. ഈ ബാലൻസ് ചിലപ്പോഴെങ്കിലും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാർ മറന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാർ ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മതേതരന്മാരാവും, നിങ്ങളടുത്ത് വരുമ്പോൾ പെട്ടെന്ന് വേറെയാവും. അങ്ങനെയല്ല, ഈ ബാലൻസ് എടുത്താൽ മതി. ആ ബാലൻസിലാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സംഘപരിവാർ ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ സംഘപരിവാർ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ മതസൗഹാർദ്ദത്തിൻ്റെ എലമെൻസുകളൊക്കെ ഹിന്ദു മതത്തിൽ നിന്ന് എടുത്തു കളയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ വാവരസ്വാമിയെ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹാബലി വാമനാവതാരത്തിൽ ഈ വാവരസ്വാമിയുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ന് ജീവിക്കുന്ന ഓരോ മുസ്ലിമും ശ്രദ്ധിക്കണം. അതായത് വാവര് പള്ളിയുണ്ട്, നിങ്ങൾ പലരും കേട്ടുകാണ്, വെരിമേരി വാവര് പള്ളി. അതിൻ്റെ ഇപ്പുറത്തൊരു ഹിന്ദു ക്ഷേത്രമുണ്ട്, അയ്യപ്പൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലൊരു വാവര് നടയുണ്ട്, അതായത് വാവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നട. ഇന്നും എന്തെന്ന് പറഞ്ഞാൽ 2025 ഒക്ടോബർ 26 പോയി നോക്കിയാൽ ഇന്നും അവിടെ വലിയൊരു ഇങ്ങനെ ഒരു ആർച്ച് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അവിടെ ഒരു വിഗ്രഹമോ പ്രതിമയോ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ 6ഓ 7ഓ വയസ്സിലാണ് ശബരിമലയിൽ ആദ്യമായിട്ട് പോണത്. ഞാനപ്പോൾ മുത്തശ്ശനോട് ചോദിച്ചു, എൻ്റെ മുത്തശ്ശനാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്നത്. മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ ഇവിടത്തെ ആൾ എവിടെ പോയി? ഇവിടെ ഒരു ആർച്ച് മാത്രമേ ഉള്ളൂ, പുള്ളിയെ കാണുന്നില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, അത് മറ്റൊരു പാതയാണ്, അത് സഗുണാരാധനയല്ല, മറ്റൊരു തലത്തിൽ ദൈവത്തെ മനസ്സിലാക്കുന്ന, അതിനെ ആദരിക്കുന്ന, ആരാധിക്കുന്ന പാതയാണ്. അതുകൊണ്ട് വാവരസ്വാമി ഇസ്ലാമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ ബഹുമാനിക്കാൻ തീരുമാനിച്ചപ്പോൾ വാവർക്ക് ഹലാലായതേ തൻ്റെ അമ്പലത്തിനുള്ളിൽ പോലും പാടുള്ളൂ. അതായത് വാവർക്ക് ഹറാമാണ് ഏതെങ്കിലും രീതിയിലുള്ള രൂപത്തെ ആദരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാവരസ്വാമിയെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ വാവരുടെ തിയോളജി, ദൈവശാസ്ത്രം, വാവരെ പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കിയാണ് നമ്മുടെ അമ്പലത്തിനകത്തുള്ളിൽ പോലും വെച്ചിരിക്കുന്നത്.
ഇത് ഞാൻ പറഞ്ഞ് ഭംഗിവൽക്കരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇന്ന് പോയാലും ഇവിടെ കാണാം വാവറുടെ ആർച്ച് മാത്രമേ കാണുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ട് അല്ല. അതായത് മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ടായിട്ട് കുരിശും തൊപ്പിയും മറ്റേ കൊന്തയും വെക്കുന്നതല്ല. പകരം നമ്മുടെ വിശ്വാസങ്ങളിൽ 1 ഇഞ്ച് വെള്ളം ചേർക്കാതെ, നമ്മുടെ ആദർശങ്ങളിലും പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ബൈബിൾ, പവിത്രമായ ഭഗവത്ഗീത പറയുന്ന നിലപാടിൽ 1 ഇഞ്ച് പോലും മാറ്റാതെ, എന്നാൽ ബഹുസ്വരതയുടെ ഇടങ്ങൾ തേടാം, മതസൗഹാർദ്ദത്തിന്റെ ഇടങ്ങൾ തേടാം എന്നുള്ളതാണ്. ഇതൊരു ഫോട്ടോഷൂട്ടോ ഒപ്പിക്കലോ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ല. പകരം എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്ന്, ഇസ്ലാമിക വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന്, ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്ന്, നമ്മുടെ ഇടയിൽ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇടപെടലുകൾ ഉണ്ടാകാം എന്ന തിരിച്ചറിവാണ് അത്. ഞാൻ ഇടയ്ക്ക് ഒരുപാട് ഈ എക്സ് മുസ്ലിങ്ങളോട് തർക്കിക്കാൻ പോകും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ഏറ്റവും പകർത്തുന്നത് ഈ എക്സ് മുസ്ലിംസാണ്. അപ്പം അവർ പലപ്പോഴും പറയും മുസ്ലിം സമൂഹത്തിൻ്റെ സംഘടിത ശക്തി കൊണ്ടാണ് പല ആൾക്കാരും മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ അവരോട് ചൂണ്ടിക്കാണിക്കും, സ്വാമി വിവേകാനന്ദൻ AD 1900, അതായത് 125 വർഷം മുമ്പ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. അതാണ് അതിലെ പോയിന്റ്. കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. കൂടുതൽ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ചിലപ്പം കുറച്ച് ഹിന്ദുക്കൾ കാണും. അതിൽ വിവേകാനന്ദൻ പറയുന്നത് ലോക ചരിത്രത്തിലെ 4 വേൾഡ് ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ വിശ്വഗുരുക്കന്മാർ, ലോകാരാധ്യന്മാർ, ലോക പ്രവാചകന്മാർ 4 പേരാണ്. 4 പേരെ വിദേശ ഓഡിയൻസിന് പരിചയപ്പെടുത്തുക: ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, യേശു ക്രിസ്തു, പ്രവാചകൻ മുഹമ്മദ്. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് വിവേകാനന്ദ സ്വാമി പറയുന്നത് സമത്വത്തിന്റെ പ്രവാചകനാണ്, ഐക്യത്തിന്റെ പ്രവാചകനാണ്. അതേ തരത്തോന്നു ഇപ്പൊ നമ്മുടെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ലൈൻ ശ്രദ്ധിച്ചു കാണും. അയ്യപ്പനും വാവരും വെളുത്തെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഏത് പാർട്ടിക്കാരൻ പറഞ്ഞാലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഈ ലൈൻ, ഇതിനെ ഗാന്ധിയൻ ലൈൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിദ്വേഷത്തിന്, അതായത് ഉത്തരേന്ത്യയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ശ്രമിച്ച് വിജയിച്ച ആ ഒരു പാതയിലേക്ക് തന്നെ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിലെ കൊണ്ടുപോകാനാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമൂഹവും ഒരു കാലത്ത് വളരെ സൗഹൃദത്തോടു കൂടി ജീവിച്ചിരുന്നൊരു മണ്ണാണിത്. പക്ഷേ ക്രിസ്തീയ സമൂഹത്തിലും ഈയിടെയായിട്ട് ഇസ്ലാമോഫോബിയ വളരെ വ്യാപകമായിട്ടുണ്ട്. ആഗോളമായ പരിപ്രേക്ഷ്യം അതിനകത്തുണ്ട് എങ്കിൽ കൂടി. പക്ഷേ ഈ ഒരു ഹിന്ദുത്വ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നായിട്ട് അങ്ങ് കാണുന്നത് എന്താ? ഒറ്റ പ്രതിരോധ മരുന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണോ എന്നറിയില്ല. കേരളത്തിലും ഇന്ത്യയിലും ഇസ്ലാമോഫോബിയ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ നമ്മുടെ മോഹൻലാലിൻ്റെ ഫാസിൽ ഡയറക്റ്റ് ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയാണ്. അതിലെ നാഗവല്ലിയാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെ. അതായത് ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഞാൻ ആലങ്കാരികമായി പറയല്ല, ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവർ ആവേശം കൊള്ളുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ആവേശം കൊണ്ട് അതൊരു മനോരോഗമാണ്. മനോരോഗത്തെ നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ കഴിയും. ഇനി എനിക്ക് എല്ലാ BJP നേതാക്കളെയും പേഴ്സണലി അറിയാം. വ്യക്തിപരമായി ഞാൻ പറയുന്ന ഈ ടോപ്പിൽ നിൽക്കുന്ന ഒരു BJP നേതാവിനും ഒരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് പ്രശ്നം. അതായത് ജെനുവിൻലി ഒരാൾക്ക് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ അയാളെ പറഞ്ഞ് നന്നാക്കാം. അവരിൽ പല ആൾക്കാരും മുസ്ലിം വിരോധം ഒരു കൺസോളിഡേഷൻ ടൂൾ, അല്ലെങ്കിൽ വേർതിരിക്കലിന്റെ ടൂൾ, ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സുരേന്ദ്രൻജി, BJPയിലെ സുരേന്ദ്രൻജി വന്നിട്ട് ഇവിടെ മറ്റേ റംസാൻ നോമ്പ് കാലത്ത് കഞ്ഞി കിട്ടുന്നില്ല എന്ന് കള്ളം പറയൂ. നമ്മുടെ ഇഷ്ടമുള്ള, എനിക്ക് ആദരണീയനായ വെള്ളാപ്പള്ളി നടേശൻ സാറ് വന്നിട്ട് ഇവിടെ വരുമ്പോൾ മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഒന്ന് അവർക്കും അറിയാതെ കള്ളമാണ്, കേൾക്കുന്ന ഞങ്ങൾക്കും അറിയാൻ കള്ളമാണ്, തർക്കിക്കുന്ന മീഡിയക്കാർക്കും അറിയാൻ കള്ളമാണ്. ആ കള്ളം പറയുന്നതിൻ്റെ റീസൺ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ റീസൺ എന്ന് പറഞ്ഞാൽ നായർ, ഈഴവ, നമ്പൂതിരി, അമ്പലവാസി, ആദിവാസി അടക്കം ഇങ്ങനെ വിഘടിച്ച് കിടക്കുകയാണ്. അവർക്കൊരു പൊതു ശത്രുവിനെ കൊടുത്ത് ഈ ശത്രു നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നു, നമ്മൾ ഒന്നിക്കണം എന്ന് പറയുന്ന ഐഡിയയിൽ ഒന്നിപ്പിക്കാൻ നോക്കുക. ഞാൻ വെള്ളാപ്പള്ളി സാറിന് പലതവണയായിട്ട് ചില പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ജെനുവിൻ പ്രശ്നങ്ങൾ ഞാനൊരു 30 സെക്കൻഡിലോ 1 മിനിറ്റിലോ പറയാം. കേരളത്തിൽ നമ്മൾ ഏകദേശം 50 മുതൽ 55% വരെയാണ് ഹിന്ദുക്കൾ, 27 മുതൽ 30% വരെയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, 17 മുതൽ 19% വരെയാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ. 82% ആത്മഹത്യകൾ നടക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളിലാണ്.
ഇത് ഡോക്ടർ സിബി മാത്യൂസ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ DGP ആയിരുന്ന വിവരാവകാശ കമ്മീഷണറായിരുന്ന വ്യക്തി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് തീസിസിന് വേണ്ടി സമർപ്പിച്ച മലയാളി ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകത്തിൽ ഇത് ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത് 80-82% ആത്മഹത്യകൾ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലാണ്. ഏകദേശം 83 മണിക്കൂർ ആത്മീയ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ 5 മുതൽ 18 വയസ്സ് വരെ ഒരു ആത്മീയ അടിസ്ഥാനവും മറ്റും കിട്ടുന്നില്ല. ഇത് കാരണം ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്, ആത്മീയ ശൂന്യതയുണ്ട്. ഈ ശൂന്യതയാണ് മഹാത്മാഗാന്ധിയൊക്കെ സ്നേഹവും സത്യവും നന്മയും കൊണ്ട് ആരാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എന്റെ പ്രശ്നം. ഞങ്ങളുടെ ഇടയിലെ ഒരുപാട് ഡിവിഷനാണ്. ഇപ്പൊ എന്റെ അമ്മ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ സഭയാണ്, അതിന്റെ വനിതാ പ്രസിഡന്റാണ്. ഞാനിപ്പോൾ അവരോട് സംസാരിക്കാറുണ്ട്, NSSനോട് സംസാരിക്കാറുണ്ട്, KPMSനോടും SNDPയോട് സംസാരിക്കാറുണ്ട്. നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമിയെ, മഹാത്മാഗാന്ധിയെ, വിവേകാനന്ദ സ്വാമിയെ ആരെ പഠിച്ചാലും മതി. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനും അറിയാനുമുള്ള സ്പേസ് കിട്ടുന്നില്ല. ഈ സ്പേസ് കിട്ടാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും. ഇതിൻ്റെ വലിയൊരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കോൺഗ്രസ്സിൽ കാണാം. ഈ കോൺഗ്രസ്സുകാർ പലപ്പോഴും, അതായത് വിഷയങ്ങളുടെ ആഴം പലപ്പോഴും കോൺഗ്രസ്സുകാർ പഠിക്കാറില്ല. കോൺഗ്രസ്സിലെ നായന്മാരും ഹിന്ദുക്കളും ഈഴവരും പഠിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം കോൺഗ്രസ്സുകാരോട് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് എന്തോ വലിയ ത്യാഗം ചെയ്യുന്നത് പോലെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതായത് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്തോ ഔദാര്യം ചെയ്തു തരുന്നു, മുസ്ലിങ്ങൾക്ക് എന്തോ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ പല വേദികളിൽ പോകുമ്പോൾ പറയും, നമ്മൾ മുസ്ലിം സമൂഹത്തോട് നന്ദി പറയുകയാണ് വേണ്ടത് അവർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതുകൊണ്ട്. കാര്യം ഈ രാജ്യത്തിനെ അപകടപ്പെടുത്തുന്ന ഏകശിലാത്മകതയെ തടയുന്നതോ എതിർക്കുന്നതോ മുസ്ലിം സമൂഹമാണ്. ഇത് പലപ്പോഴും ഈ തിരിച്ചറിവും. ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു എഴുത്തെഴുതി, പരസ്യമായിട്ടൊരു എഴുത്തെഴുതി. ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ ഇനിയും കാണുമ്പോൾ ചിരിക്കുപോലും ഇല്ല. പക്ഷേ പുള്ളി ആ എഴുത്ത് വായിച്ചിട്ട് നല്ലൊരു പ്രതികരണം തന്നു. ഞാൻ നിങ്ങളുടെ വികാരവും എന്താ പറയുക പൊസിഷൻ മനസ്സിലാക്കുന്നു, ഞാൻ പുനർചിന്തിക്കാം. നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാർ, നമ്മുടെ VT ബൽറാം ഉണ്ടല്ലോ, VT ബൽറാം എന്ന് കോൺഗ്രസ്സുകാർക്ക് കൊടുത്ത ഉപദേശം കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെയാണ് വലിയ പഞ്ച് ഡയലോഗാൻ. അവസാനം രാഹുൽ ഗാന്ധി അടക്കം ഞങ്ങളെടുത്ത നിലപാടിലേക്ക് എത്തിയത് നമ്മൾ പറയണ സത്യമാണ്. ഈ സത്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇൻകൺവീനിയൻ്റ് ആയ ചില സത്യങ്ങളുണ്ട്, അത് പരമാവധി പഞ്ചസാര പുരട്ടി പറഞ്ഞാൽ മതി, ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ അറിയില്ല. ഇനി അങ്ങനെ ഒരു സത്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങയുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ അടുത്ത ഇലക്ഷന്റെ ഇക്വേഷൻ എന്താണ്? അതായത് കേരളത്തിലെ അടുത്ത ഒരുമിച്ച് നിർത്തി മൂന്നാം തുടർഭരണം കളിച്ചിട്ട് എന്താ കാര്യം? ഇടതുപക്ഷത്തിന് ഉണ്ടല്ലോ. കോൺഗ്രസ് അപ്പോ എല്ലാരെയും കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു ഗാന്ധിയൻ നിലപാട് തറയിലേക്ക് എത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ അടുത്ത വെസ്റ്റ് ബംഗാളിനെ പോലെ അടുത്ത 15 ഇത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില ആൾക്കാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ ഇസ്ലാമോഫോബിയുടെ കാര്യം തന്നെ പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു താജ്മഹലിൻ്റെ വിഷയം. അതായത് ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പാണ് താജ്മഹൽ സന്ദർശിച്ചത്, അതായത് ആഗ്രയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ തമാശക്ക് പറഞ്ഞു ഇനി വരുമ്പോൾ ഇത് കാണാൻ കഴിയുമെന്നൊക്കെ. അതായത് ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. അതായത് അതെ അതെ, സിനിമയുടെ ട്രെയിലറിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, പരേഷ് റാവൽ, BJP MP ആയിരുന്നു. അഹമ്മദാബാദിലെ പഴയ BJP MP. താജ്മഹൽ ഈസ് നോട്ട് എ സിംബോളിക് ഓഫ് ലവ്, സിംബൽ ഓഫ് ജനസൈഡ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട. നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മഹേഷ് ശർമ്മ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് BJPയുടെ നരേന്ദ്രമോദിയുടെ മന്ത്രി താജ്മഹൽ ഹിന്ദു ക്ഷേത്രമല്ല എന്നും അങ്ങനെ യാതൊരു തെളിവുമില്ല എന്ന് ലോകസഭയിൽ സ്റ്റേറ്റ്മെന്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എന്താ ഇവർ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യതയാണുള്ളത്. അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഐക്യമില്ല. അപ്പോൾ ഒരു ശത്രുവിനെ നിർമ്മിക്കാൻ വളരെ ബൊംബാസ്റ്റിക് ആയ ഒരു കഥ വേണം. ഒരു ശത്രുവിനെ നിർമ്മിക്കാൻ വലിയ പഞ്ചുള്ള കഥ വേണം. ഗോഡ്സെ അങ്ങനെ ജെനുവിൻലി വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധി പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണെന്നാണ്. അതായത് ഗോഡ്സെ വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധിയെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്നെ തോളിലേറ്റി ആനന്ദ നൃത്തം ചവിട്ടുമെന്നാണ് ഗോഡ്സെ വിശ്വസിച്ചിരുന്നത്. ഇതിന്റെ പ്രശ്നം അതൊരു ലൈനാണ്, അതൊരു മനോരോഗമാണ്. അതിനെ ചികിത്സിക്കാനേ പറ്റുള്ളൂ, അതിനെ പറഞ്ഞു തിരുത്താനേ പറ്റുള്ളൂ. സ്നേഹത്തോടെ പറഞ്ഞ് അത് അങ്ങനെ അല്ലെന്നും
ഇതൊരുതരം ഭ്രാന്താണെന്നും ഈ ഭ്രാന്ത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും ആ തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരണം. ഇടയ്ക്ക് ശശികല ടീച്ചർ ഒരു പോസ്റ്റ്, എനിക്ക് ശശികല ടീച്ചറുടെ വ്യക്തിപരമായ ഒരു വിരോധമല്ലോ കേട്ടോ, ആശയപരമായ യോജിപ്പില്ലെന്നേ ഉള്ളൂ. ശശികല ടീച്ചർ പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണ്, അവരുടെ ഒരു പോസ്റ്റാണ്. ശരിക്കും കൊന്ന ഗോഡ്സേക്ക് പോലും അഭിപ്രായമില്ലായിരുന്നു. അതായത് മഹാത്മാഗാന്ധിയെ നെഞ്ചിലേക്ക് വെടിവെച്ച് വന്ന ഗോഡ്സെക്ക് പോലും മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർ ഇറക്കിയതാണെന്ന് അഭിപ്രായം. ശശികല ടീച്ചർ നമ്മുടെ അഭിലാഷ് റിപ്പോർട്ടറിലുണ്ടായിരുന്നപ്പോൾ അഭിലാഷിനോട് ഒരു ഇന്റർവ്യൂ കൊടുത്തത് വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ ശശികല ടീച്ചർ മഹാത്മാഗാന്ധി അഴിമതിക്കാരനാണ്, ഖിലാഫത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചാണ് ഇവിടെ 1921 കലാപം നടത്തിയെന്ന് വരെ പറയുന്നു. യഥാർത്ഥത്തിൽ കൊന്ന ഗോഡ്സെക്ക് പോലും അങ്ങ് ഒരു കാഴ്ചപ്പാടില്ല, RSSന്റെ നേതാക്കൾക്കോ നരേന്ദ്രമോദിക്കോ കാഴ്ചപ്പാടില്ല. കാണിക്കാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗാന്ധി ഭക്തി കാണിക്കാറുണ്ട്. അപ്പോ ഇതൊരു ലൈനാണ്. ഇവരെ പറഞ്ഞു തിരുത്താതെ വേറെ വഴിയില്ല. ഇവരെ പറഞ്ഞു തിരുത്താതെ നിങ്ങൾ വിശ്വസിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് പറയാതെ ഹിന്ദുത്വവാദികളെ തിരുത്താമെന്ന് വിചാരിക്കാം. ഇപ്പോൾ വേറൊരു വിഷയം, ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ ആയിട്ട് അങ്ങ് ഡിബേറ്റ് നടത്തിയതാണ്. അതായത് ഇപ്പോൾ ഈ എസൻസ് ഗ്ലോബൽ, അതുപോലെ തന്നെ നാസ്തിക മോർച്ച എന്നാണ് ഇപ്പോൾ നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ നാസ്തികർ, അതായത് ഈ നിരീശ്വരവാദികളാണ് ഞങ്ങൾ, യുക്തിവാദികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഇസ്ലാമോഫോബിയുടെ കോടാലിക്കൈകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് നമ്മൾ 2-3 കാര്യങ്ങളാണ്, വേറെ എന്താ വഴി? അതായത് 1944 ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ വരുന്നുണ്ട്. ഗോഡ്സെ 4-5 പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ. 1944 ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ ഒരു കത്തിയുമായി വരുമ്പോൾ ആൾക്കാർ പിടിച്ചു മാറ്റുക. അപ്പൊ ഇവരെല്ലാം കൂടെ പോലീസിൽ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് പറയുകയാണ്, നിനക്ക് എന്നോട് എന്തോ വിരോധം ഉള്ളതുകൊണ്ടാണല്ലോ നീ എന്നെ കൊല്ലാൻ വന്നത്, അല്ല നമ്മൾ തമ്മിൽ വ്യക്തിപരമായ വിരോധമൊന്നുമില്ലല്ലോ, നിനക്ക് എന്നോട് എന്തോ ഒരു വിരോധമുണ്ട്, അതുകൊണ്ടല്ലേ കൊല്ലാൻ വന്നത്. നീ എൻ്റെ കൂടെ 8 ദിവസം വന്ന് സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കുക, നമുക്ക് സംസാരിച്ച് അഭിപ്രായ ദിവസം ഉണ്ടെങ്കിൽ മാറ്റാം. ഇതല്ലാതെ വേറൊരു വഴിയില്ല. അതായത് ഈ ആൾക്കാർക്ക് വളരെ ജെനുവിനായി, ചില ആൾക്കാർ മോട്ടിവേറ്റഡ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല, ചില വിമർശനമല്ല, അത് അധിക്ഷേപമാണ്. വിമർശനമല്ല, അധിക്ഷേപമാണ്, മോശമാണ്. ഞാനും പുള്ളിയും കൂടെ, എനിക്ക് ഇവിടെ പറയാൻ പോലും താല്പര്യമില്ല, വിശുദ്ധ പുസ്തകങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു ചാനൽ ചർച്ച ചെയ്ത് ഞാനും പുള്ളിയും കൂടെ ഒരു ന്യൂസ് 18 ചർച്ചയിലാണ്, വളരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ചെറിയ പ്രായം മുതൽ പരിശുദ്ധ ബൈബിളെന്നും വിശുദ്ധ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിലെ പ്രേത നഗരം ഇതാണ് കുമ്പനാടിനെ കുറിച്ചുള്ള സ്റ്റോറി. അവിടെ സ്കൂളുകൾ അടച്ചു പോവുകയാണ്, ഹോസ്പിറ്റൽ അടച്ചു പോവുകയാണ്, കോളേജ് അടച്ചു പോവുകയാണ്, ബാങ്ക് അടച്ചു പോവുകയാണ്. ജനസംഖ്യാ ഉൾസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചില മുസ്ലിങ്ങൾക്ക് പോലും ഉള്ള തെറ്റിദ്ധാരണയാണ് നാർക്കോട്ടിക് ജിഹാദ്, മറ്റേ ജിഹാദ്, ഹിജാബ്. പരിപാടിക്കും പോവാറുണ്ട്, ക്രിസ്ത്യൻ പരിപാടികൾക്ക് പോയി പറയും, ദൈവത്തെ ഓർത്ത് കരുതുക, നമ്മൾ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയാണ് കുറവ്. അതിനൊരു കണക്കുണ്ട്, ഈ കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു അമ്മയുടെ, ഒരു ഉമ്മയുടെ, ഒരു അമ്മച്ചിയുടെ വയറ്റിൽ 2.1 കുട്ടികൾ മിനിമം ഉണ്ടാകണം. ഇതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ ഏറ്റവും മിനിമം 2 മുതൽ 3 കുട്ടികൾ വരെ വേണം ആ സമൂഹം നിലനിൽക്കാൻ. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അത് 2.5 ആണ്, നോർമലാണ്, ഓക്കെ ആണ്. എല്ലാ വർഷവും ഗവൺമെന്റ് കണക്കെടുക്കുന്ന സാധനമല്ലേ ഇത്. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 ആണ്, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അത് 1.3 ആണ്. കണക്കുകൾ വ്യാപകമായി അവൈലബിൾ അല്ലെങ്കിലും ഞങ്ങൾ സവർണ ഹിന്ദുക്കൾക്ക് അത് 1.10 ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ഹിന്ദുക്കൾ കുറയുന്നതാണ്. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ക്രിസ്ത്യാനികൾ കുറയുന്നതാണ്. ഇത് നമുക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബ സംവിധാനം നിലനിർത്തിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കും. അതായത് മനസ്സിൽ ഇത് കിടന്നിട്ട് വേറൊരു കാര്യം അത് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്, ഞാനത് ആലങ്കാരികമായിട്ടൊന്നും പറയുന്നല്ലോ കേട്ടോ. RSSന്റെ 1-2 മുതിർന്ന നേതാക്കളോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് കേടാന്ന് പറഞ്ഞ് ആൾക്കാർ നമ്മളെ ഫേസ്ബുക്കിലും മറ്റും ട്രോൾ ചെയ്യും, ആൾക്കാർ ലൈംഗികപരമായി കളിയാക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാൻ മടിയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞോളാം. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹിന്ദു ജനസംഖ്യ 2.1 എന്ന് പറയുന്ന ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന റേറ്റിൽ നിന്ന് 1.2 ആയി, പകുതിയായി കുറഞ്ഞു. ക്രിസ്ത്യൻ ജനസംഖ്യ 1.6 ആയി. ഇതാണ് പ്രശ്നം. ഇത് മുസ്ലിം ജനസംഖ്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല. മലപ്പുറം നോർമലും ഓക്കെയും ഹെൽത്തിയുമാണ്. പത്തനംതിട്ടയ്ക്കാണ് പ്രശ്നം, കുമ്പനാട്ടാണ് പ്രശ്നം.
ഇത് ഇവർ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് അടുത്തതാണ് ഏറ്റവും വലിയ തള്ള്, പെറ്റ തള്ള സഹിക്കാത്ത തള്ള്. വന്നിട്ട് പറയും മതേതരത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്, ഈ കുട്ടിയെ ഈ ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്തത് മതേതരത്വത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞോളി. ഈ കള്ളത്തരമാണ് നമ്മുടെ പ്രശ്നം. അതായത് ഉള്ളിലെ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധം വെച്ചിട്ട് വെളിയിൽ പറയുമ്പോൾ അതെല്ലാം മതേതരത്വത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന ഈ കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോബിയയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളി, അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ CPM പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമുണ്ട്. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഇസ്ലാമോഫോബിയ എന്നാണ് നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭരണമാറ്റത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു തുടങ്ങിയ സമയത്ത് ഒരു മുസ്ലിം ലീഗ് ഫോബിയ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ MSFനെ വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറച്ച് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വെള്ളാപ്പള്ളി നരേശൻ സാറ്, അതായത് നല്ല CPMലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞതൊട്ട് ശരിയായില്ല. വെള്ളാപ്പള്ളി സാർ ഇവിടെ വന്നിട്ട് മുസ്ലിം സമൂഹത്തിന് ശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി സാറ് പോലും കരുതാത്തൊരു ന്യായീകരണം പറഞ്ഞു. അവർ മുസ്ലിം ലീഗിനെ പറഞ്ഞത് നിങ്ങൾ വായിച്ചതാണെന്നൊക്കെ. അതിന്റെ പ്രശ്നം CPMന് ഈഴവ നായർ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാതെ നിൽക്കാൻ പറ്റൂ. കേരളത്തിലെ ഏറ്റവും വലിയൊരു വർഗീയ പാർട്ടിയായിട്ട് CPMനെ കാണേണ്ടി വരും. CPMന് അവിടെ അടുത്തൊരു പ്രശ്നമുണ്ട്. CPMന് ജെനുവിൻ വർഗീയതയൊന്നുമല്ല, അടുത്ത തവണ ജയിക്കാനുള്ള വർഗീയത മാത്രമേ ഉള്ളൂ. അല്ലാതെ നായരന്മാരോടും ഈഴവന്മാരോടും പ്രത്യേകിച്ച് യാതൊരു സംഘപരിവാറിന്റെ വർഗീയതയേക്കാൾ അപകടകരമാണ്. കാര്യം കുറച്ചുകൂടെ വെൽ ഓർഗനൈസ്ഡ് ആണ്, അതാണ് പണ്ട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറും ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഇരുന്നപ്പം കുഞ്ഞാലി, കുഞ്ഞുമാണി, കുഞ്ഞൂഞ്ഞ് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് SFIക്കാരാണ്. അതായത് ക്രിസ്ത്യാനിയും മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് കേരളത്തെ ഭരിക്കുന്നത്. കുഞ്ഞുമാണി, കുഞ്ഞാലി, കുഞ്ഞൂഞ്ഞ് എന്ന് പറയുന്നത് CPMക്കാരാണ്. അതിനും ഒരു പ്രശ്നമുണ്ട്. CPMക്കാരെയും ഈ പറഞ്ഞ് ഈ മതസൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരികയാണ് വഴി. അതായത് ഈ മതേതരത്വം എന്ന വാക്കിൽ ഈ ഇന്ത്യയുടെ ബാഹുല്യം ഒതുങ്ങി നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ മതേതരവാദിയാണോ? ഞാനപ്പം പച്ചയ്ക്ക് പറയാറുണ്ട്, അല്ല, ഞാൻ മതസൗഹാർദ്ദവാദിയാണ്, ഞാൻ ബഹുസ്വരവാദിയാണ്, ഞാൻ ഗാന്ധിയനാണ്. ഈ നെഹ്റുവിയൻ സെക്കുലറിസ്റ്റിൽ പിടിച്ചാൽ നിൽക്കൂല ഈ സാധനം. അപ്പൊ അതുകൊണ്ട് മതസൗഹാർദ്ദവാദിയാണ് എന്ന് പറഞ്ഞ് CPMകാരെ RSSകാരെ നന്നാക്കുന്ന പണി നിങ്ങൾക്കാണ്. നമ്മൾ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം, അതായത് എല്ലാവരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അതായത് ഈ അടുത്ത കാലത്ത് താങ്കൾ കേസൊക്കെ നേരിട്ടത് ഇപ്പോൾ ഹണി റോസ് താങ്കൾക്കെതിരെ കേസ് കൊടുത്തു. അതായത് ഒരു സ്ത്രീ വിരോധിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പുരുഷ കമ്മീഷൻ വേണം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ നിയമങ്ങളുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്താണ് ഒരു സിനിമ കണ്ടത്, അതായത് ആസിഫ് അലി ആഭ്യന്തര കുറ്റമാണ്. അതായത് പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന ഒരു സിനിമ കൂടിയാണത്. അപ്പോൾ ഈ പുരുഷ കമ്മീഷൻ, അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ഇത്രയും വാദിക്കാൻ മാത്രം എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ താത്വികമായിട്ടൊന്നും ചെയ്യുന്നതല്ല. ഞാൻ 2018 ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് ഫേസ്ബുക്കിൽ പേര് പോലും വെക്കാതെ സ്ത്രീയോ പുരുഷനോ ഒരു സ്ത്രീയുടെ പേരിൽ രാഹുൽ ഈശ്വർ 17 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മോശം സിനിമ കാണാൻ പ്രേരിപ്പിച്ചു എന്നൊരു പോസ്റ്റ് ഇട്ടു. വലിയ വ്യാപകമായ രീതിയിൽ വാർത്തയായി. എനിക്ക് അന്ന് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായില്ല. ഇന്ന് എനിക്കറിയാം. ഞാൻ ഇന്നാണ് LLB എടുക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. കാര്യം അങ്ങനെ ഒരു വകുപ്പുണ്ട്. സ്ത്രീയെ മോശം ചിത്രം കാണാൻ പ്രേരിപ്പിച്ചാൽ കേസെടുക്കാം. ഈ കേസ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഏതോ ഒരാൾ അവിടെ നിന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. ഞാൻ ഇത്രയൊക്കെ ധൈര്യം പറയുന്ന ഞാൻ ഒരു ദിവസം ഒരു ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒതുങ്ങി. എന്നെ അന്ന് പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് തലവേദനയാണ്, വരുന്നില്ല. വൈകിട്ട് ചർച്ചയ്ക്കൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വരുന്നില്ല. കാര്യം എനിക്കൊരു നാണക്കേടും മടിയും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചമ്മലും ഉണ്ടായി. പക്ഷേ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് എൻ്റെ മുത്തശ്ശി ദേവികി അന്തർജനമാണ്. അമ്മ മല്ലിക നമ്പൂതിരിയാണ്, ഭാര്യ ദീപയാണ്. കാര്യം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാ സമയവും 7-8 പേരുണ്ട്. ഒരു കൂട്ടുകുടുംബ സെറ്റപ്പിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു 18 വർഷം മുമ്പ് ഈ രീതിയിൽ മോശം ചിത്രം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. പക്ഷേ അങ്ങനെ കള്ളം പറയുന്നവരുടെ ഉദ്ദേശം എന്താ അറിയാമോ? നാളെ ഞാൻ TV യിലിരുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ളവന് പറയാൻ കഴിയണം നീ കൂടുതലൊന്നും പറയണ്ട, നീ മറ്റേ പെണ്ണിനെ മോശം സിനിമ കാണിക്കാൻ പ്രേരിപ്പിച്ചവനല്ലേടാ എന്ന് പറയാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ ചെയ്തെടുക്കുന്നതാണ്. ഇത് എത്ര പേർക്കെതിരെ ചെയ്തു? എനിക്ക് തോന്നുന്നു സമയം തീർന്നുകൊണ്ട് അതും കൂടെ പറഞ്ഞു നോക്കി നിർത്താം. ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നില്ലേ? നമ്മുടെ നാട്ടിൽ എത്ര പേര് അതിനെ പ്രതിരോധിച്ചു? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിവിൻ്റെ ഭാഗ്യം കൊണ്ട് നിവിനെതിരെ ഒരു വ്യാജ റേപ്പ് ആരോപണം വന്നു. നിവിൻ്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പറഞ്ഞു ദുബായിൽ വെച്ച് എന്നെ റേപ്പ് ചെയ്തു.
അതായത് നമ്മുടെ പുതിയ തരം നമ്മുടെ പൃഥ്വിരാജ്, ദുൽഖർ, ഫഹദ് ഫാസിലൊക്കെ ആ ലെവലിൽ നിൽക്കുന്ന നിവിൻ പോളിക്ക്, ഉമ്മൻചാണ്ടി സാറിന്, എൽദോസ് കുന്നപ്പള്ളിക്ക്, എന്തിന് ഈ അടുത്തിടയ്ക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വരെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഒരു രാഷ്ട്രീയമില്ല ഞാൻ പറഞ്ഞോട്ടെ, എന്ത് കള്ളത്തിൽ വരുന്നു. ഇതിനേക്കാൾ വലിയൊരു പച്ച കള്ളം അടുത്തിടയ്ക്ക് കേട്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതിയുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണും. 18 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ FIR-ൽ പെൺകുട്ടിയുടെ പ്രായമില്ലാത്തതുകൊണ്ട് 18 മുതൽ 60 എഴുതുന്നതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ തെള്ളി പറയാനാണ് നമ്മുടെ എല്ലാ പാർട്ടിയിലെയും ചില ആൾക്കാർക്ക് താല്പര്യം. കാര്യം അങ്ങനെ പറഞ്ഞാൽ മീഡിയയുടെ കയ്യടി കിട്ടും. കണ്ടോ, നീ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, നീ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണ് എന്ന് കിട്ടും. ഇതിൽ സത്യം എന്താണെന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ ഒരുപാട് പേരെ, ഉമ്മൻചാണ്ടി സാറിനെ, കുഞ്ഞാലിക്കുട്ടി സാറിനെ, അല്ലെങ്കിൽ പഴയ കേരള കോൺഗ്രസിന്റെ സ്ഥാപനത്തിന്റെ കാലഘട്ടത്തിലടക്കം ഇല്ലാത്ത എന്തിനു നമ്മുടെ ഷാഫി പറമ്പിലിന്റെ ഈ അടുത്തിടയ്ക്ക് ഷാഫി പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് പോകാൻ വിളിക്കുമെന്ന് CPM-ന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി, പുള്ളിക്കങ്ങ് അറിയാം. ഇത് ആരും ചോദിക്കുന്നില്ല. അതായത് പഴയ ശങ്കരാടി, നമ്മുടെ ഈ സിനിമ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. ശങ്കരാടി സന്ദേശത്തിൽ പറയുന്ന പോലെ മറുഭാഗത്ത് കുറച്ച് കഴിവും മിടുക്കുമുള്ളവരെ പിള്ളേർ വന്നിട്ടുണ്ട്, അവരെ എല്ലാം നമുക്ക് പെണ്ണ് കേസിൽ പെടുത്തി ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇനി അവരുടെ ഭാഗത്ത്, CPM-ന്റെ ഭാഗത്ത് ആർക്കെങ്കിലും വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ മുകേഷേട്ടനെ അദ്ദേഹം വിളിച്ചിട്ട് വീട്ടിൽ പോയി കണ്ടതാ. ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതി തന്നെ. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾ ഓർക്കുക, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നോർത്ത് ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കൂടുതൽ ശക്തിയുള്ളതുകൊണ്ട് അവരവിടെ മുസ്ലിങ്ങളെയാണ് പലപ്പോഴും പിടിച്ച് ടാർഗറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് പുരുഷന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിദ്ദിഖ് കാപ്പൻ 1.5 വർഷം ജയിലിൽ കിടക്കുന്നത്. ഒരു കാര്യമില്ല, റിപ്പോർട്ട് ചെയ്യാൻ പോയി, നീ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് UP പോലീസ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിടുന്നത്. അല്ലെങ്കിൽ ഇവിടെ പല ആൾക്കാരും അങ്ങനെ കിടക്കേണ്ടി വരുന്നത് മറ്റുള്ളവന്റെ പുറത്ത് കുതിര കയറി രാഷ്ട്രീയ മൂലധനം നിർമ്മിക്കാനുള്ള ചില ആൾക്കാരുടെ ആഗ്രഹമാണ്. ഒന്നുകൂടെ പറയാം, മറ്റുള്ളവന്റെ പുറത്ത് കുതിര കയറി രാഷ്ട്രീയ മൂലധനം നിർമ്മിക്കാനുള്ള ആൾക്കാരുടെ താല്പര്യമാണ്. ഓക്കെ, നമുക്ക് അവസാനിക്കാം. സമയം അവസാനിച്ച് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം തീർന്നിട്ടുണ്ട്. ഒരു അവസാനത്തെ ഒരു ചോദ്യം, അതായത് കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ഡിബേറ്റർമാരെക്കാൾ കൂടുതൽ ജിഹാദി വിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇരിക്കുന്നത്. അപ്പോൾ പേടിയുണ്ടോ എന്നാണ് ചോദ്യം. എന്നെ 2-3 ആൾക്കാർ ജിഹാദിയാന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, MJ അക്ബർ എന്ന് പറയുന്ന അത്യാവശ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായൊരു പത്രപ്രവർത്തകനുണ്ട്. MJ അക്ബറിന്റെ മഹത്വം കാരണം BJP-കാരനല്ലാഞ്ഞിട്ട് പോലും നരേന്ദ്രമോദിജി MJ അക്ബറിനെ മന്ത്രിയാക്കിയ മറ്റുണ്ടായി. അദ്ദേഹത്തിനും ഈ വ്യാജ മീറ്റൂവിലാണ് സ്ഥാനം നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാന്റെ പ്രശ്നത്തിന് ശേഷം ലോകത്ത് വിശദീകരിക്കാൻ ശശി തരൂറിനെ MJ അക്ബറിനെയൊക്കെയാണ് വിടുന്നത്. ആ ചോദ്യം ചോദിച്ചത് നന്നായി. അവസാനിപ്പിക്കാൻ പറ്റിയ കമന്റ് അതാണ്. MJ അക്ബർ പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണെന്നാണ്. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ പേരിൽ ഗാന്ധിജിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ജിഹാദ് നയിച്ചത്. ആ അർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്, ക്രൂസൈഡ് എന്ന് പറയുന്നത്, ധർമ്മയുദ്ധം എന്ന് പറയുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്. അങ്ങനെ കേൾക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ധർമ്മയുദ്ധവും ജിഹാദും ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സദസ്സിന് ഒരു ചോദ്യം ചോദിക്കാനുള്ള അനുവാദം സംഘാടകർ തന്നിട്ടുണ്ട്. ആരാണ് ഒരു ചോദ്യക്കാരൻ? യെസ്, സമയം കുറവുകൊണ്ടാണ്. സാറിന്റെ പേരും കൂടെ. ഹലോ, എൻ്റെ പേര് ജാഫറാണ്. പിന്നെ വിഷയം കാലികം എന്നതായതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ വന്ന വിദ്യാഭ്യാസ രംഗത്ത് വന്നൊരു മാറ്റം അറിയാലോ. നമ്മൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന RSSൻ്റെ ഒരു പദ്ധതി ഒളിച്ചു കടത്താനുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി പോലും അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സാഫ്രണൈസേഷൻ എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള ഒറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, അതും കൂടെ പറഞ്ഞ് 1 മിനിറ്റ് കൺക്ലൂഷൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ മറുപടി എന്താണെന്ന് അറിയാമോ?
കാവ്യ വേണ്ട മതേതരത്വം എന്ന് പറയുന്നതിനേക്കാൾ കാവ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല മറുപടി ത്രിവർണ്ണവൽക്കരണമാണ്. സാഫ്രണൈസേഷൻ്റെ ഏറ്റവും നല്ല മറുപടി ട്രൈ കളർ വൽക്കരണമാണ്. അങ്ങനെ അവർ ഹിന്ദുത്വ എലിമെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമ്മൾ കൂടുതൽ ഇന്ത്യയുടെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന, ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അത് ന്യൂട്രലൈസ്ഡ് ആയി പോവും. നേരെ തിരിച്ച് ചിലപ്പോഴെങ്കിലും കോൺഗ്രസിന് പറ്റുന്നൊരു പ്രശ്നം, അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങൾ ഇവർ പിടിച്ച് കടിച്ചു തൂങ്ങി ഫൈറ്റ് ചെയ്യും. അങ്ങനെയല്ല, പകരം ശ്രീ രാഹുൽ ഗാന്ധി ഇന്നേ വരെയുള്ള 13 വർഷത്തിൽ നരേന്ദ്രമോദിക്ക് മുകളിൽ നിന്ന് ഒരു അവസരം ഏതാണെന്നറിയാമോ? നരേന്ദ്രമോദിയുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യ സ്പീച്ചിൽ അദ്ദേഹം വ്യത്യസ്ത ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചു. പരമശിവന്റെ, യേശുക്രിസ്തുവിന്റെ, പരിശുദ്ധ മക്കയുടെ ഒക്കെ ചിത്രം ഉയർത്തി കാണിച്ചു. എന്നിട്ട് പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗാന്ധി സിന്ദാഹെ എന്നാണ്. അതായത് ഗാന്ധി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഗാന്ധിജിയിലൂടെ, ത്രിവർണത്തിലൂടെ ഗോഡ്സെക്ക് ഇന്ത്യക്ക് ത്രിവർണ പതാകയ്ക്ക് പകരം കാവി പതാക വേണമെന്നായിരുന്നു. ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ കാവി പതാക മാറ്റി ത്രിവർണ പതാകയാക്കാൻ നിർബന്ധിച്ചത് മഹാത്മാഗാന്ധിയാണെന്നുള്ളതാണ്. ആ കാവ്യവൽക്കരണത്തിന്റെ ശക്തമായ മറുപടി ത്രിവർണവൽക്കരണമാണ്. 1 മിനിറ്റിൽ എൻ്റെ കൺക്ലൂഷൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ താത്വികം എല്ലാം പറയുന്ന നല്ലതാണ്. ഇനി 6 മാസമേ ഇലക്ഷൻ ഉള്ളൂ. അതാണ് അതിൻ്റെ സത്യം. 2026 ഇലക്ഷൻ ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. 6 മാസമേ ഉള്ളൂ. നമ്മുടെ കോൺഗ്രസ്, അതായത് എൻ്റെ മുത്തശ്ശനൊക്കെ കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നതും ചേർന്ന് നിൽക്കുന്നതുമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണെന്ന് നമ്മുടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അവർ മനോരമ പറയുന്നത് പോലെ കേരളത്തിന് ഈ ഒരു തവണ കൂടെ CPM ഭരിക്കുകയാണെങ്കിൽ CPO നശിക്കും, കേരളവും നശിക്കും. ഞാനത് ആലങ്കാരികമായി പറയുന്നൊന്നുമല്ല. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ ഡ്രൈവർ സുനിലുണ്ട്. പുള്ളി CPMൻ്റെ ആളാണ്, CPMൻ്റെ മെമ്പറാണ്. ഞങ്ങൾ തമാശയ്ക്ക് വരുമ്പോൾ സംസാരിക്കും. സുനിലും പറയും, ഒരു തവണ കൂടെ പാർട്ടി ഭരിച്ചാൽ നമ്മൾ തന്നെ നശിപ്പിക്കും, വേറെ ആരും നശിപ്പിക്കാൻ വേണ്ടി വരൂല. അതുകൊണ്ട് അടുത്ത തവണ പ്രായോഗികമായി വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി, കേരളത്തെ ഒരുമിപ്പിച്ച് നിർത്തി ഭരണം പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന് UDF-ഉമാണ്. ആ ഭരണം പിടിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഒന്നുകൂടെ വിളിക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എന്തായാലും വളരെ മനോഹരമായി, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ടൈം, അതായത് കഴുത്തിൽ സമയത്തിൻ്റെ ക്ലോക്ക് തൂക്കിയിട്ടാണ് മൂപ്പര് നടക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയും ഈ CLF ഈ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. എൻ്റെതായൊരു കൺക്ലൂഷൻ കൂടി പറയാണ്, ഗംഭീരമായൊരു തുടക്കമാണിത്. ഇതിന് തുടർച്ചകളുണ്ടാവണം എന്നൊരാവശ്യം കൂടി ഈ സംഘാടകർക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സെക്ഷൻ കഥ പറയാൻ കാത്തിരിക്കുകയാണ്.